അരുൺകുമാർ, ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന കോൺഗ്രസും അതിൻ്റെ ബി ടീമായി മുഖ്യമന്ത്രിയും മാറുന്നുവെന്നാണ്. വിഷയങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് നുണ പറയുകയാണ് കോൺഗ്രസും CPM എന്നുമാണ് BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഇനിയും ഇവിടെ തന്നെ തുടരും, നെറ്റിപ്പട്ടം കിട്ടിയ ഗജബീരനെ പോലെ സുരേഷ് ഗോപി വോട്ട് ഇനിയും ചേർക്കും, 2029 ഉണ്ടാവും, 2034 ഉണ്ടാകും. നിങ്ങൾക്കത് കണ്ടെത്താനായില്ലെങ്കിൽ പോയി തൂങ്ങിച്ചത്തുകൂടെ എന്നാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ചോദ്യം. അടുക്കൽ K. അരുൺകുമാർ മറുപടി. ഇവിടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരികയാണ്. ആ തെളിവുകളുടെ അകമ്പടിയോടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റും മുൻ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ മുൻ കേന്ദ്രമന്ത്രിയുമെല്ലാം ഇത്ര വിചിത്രമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനാണ് നേതൃത്വം കൊടുക്കുന്നത്. അതൊരു ഭരണഘടനാ പദവിയാണല്ലോ, ഭരണഘടനാ ബോഡിയാണ്. ആ ബോഡിക്കെതിരായിട്ടുള്ള പരാതി അതേ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഈ വിഷയത്തിൽ നുണ പ്രചരിപ്പിക്കുകയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ K. സുരേന്ദ്രൻ മുൻ സംസ്ഥാന പ്രസിഡന്റും 60,000-ഓളം വോട്ട് ചേർത്തിട്ട് കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം എവിടെയായിരുന്നു എന്ന രൂപത്തിൽ ചോദിക്കുന്നു. കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുകയും BLO അടക്കം ഇത് ഇവിടെ താമസിക്കുന്നവരല്ലെന്ന് ബോധ്യപ്പെടുത്തി റിപ്പോർട്ട് കൊടുക്കുകയും എല്ലാം ചെയ്ത സാഹചര്യത്തിൽ സാങ്കേതിക പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ഇടപെടാൻ ഇനി കഴിയില്ല എന്നാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി മറുപടി കൊടുത്തത്. അതുപോലെ ശ്രീ V. മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി ഇന്നലെ പറഞ്ഞത് 11 വോട്ടല്ലേ ചേർത്തുള്ളൂ കള്ള വോട്ട്, ഈ 17,500 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടല്ലോ എന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പൊ കള്ള വോട്ടിനെ ശരിക്കും അംഗീകരിച്ചുകൊണ്ട് തന്നെയുള്ള മറുപടി പറയുകയാണ്. ഇവിടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൃത്യമായി തന്ത്രപൂർവ്വം രാജ്യത്താകമാനം BJP സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഈ കേരളത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ശാസ്തമംഗലത്ത് തിരുവനന്തപുരത്തുള്ള സ്വന്തം കുടുംബത്തിലെ വോട്ട് വരെ ഈ മണ്ഡലത്തിലേക്ക് മാറ്റിയത്. ആ വോട്ട് കഴിഞ്ഞു, ജയിച്ചു, അതിനുശേഷം ആ വോട്ട് ഇപ്പൊ തിരിച്ചു കൊണ്ടുപോവുകയാണ്. സ്വന്തം ഡ്രൈവറുടെ, കുടുംബാംഗങ്ങളുടെ, അനുയായികളുടെ എല്ലാം വോട്ട് അത്തരത്തിൽ ചേർത്തിരിക്കുന്നു. വിചാര കേന്ദ്രത്തിന്റെ നേതാവും അതുപോലെ BJPയുടെ പല മുതിർന്ന നേതാക്കന്മാരുടെയും എല്ലാം വോട്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ വരികയാണ്. തൊട്ടടുത്ത ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടുകളാണ് ഭൂരിഭാഗവും ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് എതിർ രാഷ്ട്രീയ പാർട്ടികളെ ആക്ഷേപിക്കുവാനും ഇതെല്ലാം ബോഗസ് ആണ് എന്ന രൂപത്തിൽ മാധ്യമങ്ങളെ അടക്കം ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ മാധ്യമങ്ങളോട് പറഞ്ഞ മറുപടി ഒറ്റ വാക്കിലുള്ള മറുപടിയാണെങ്കിലും നമ്മൾ കണ്ടു. അതെ, K. അരുൺകുമാർ, ഇത് ആ സമയത്ത് BLA-മാർ ചെയ്യേണ്ട ജോലി 1 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ സുരേഷ് ഗോപിയുടെ സഹോദരന് ഇവിടെ വോട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് ഇവിടെ വോട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ വീട്ടിലെ 11 പേർക്ക് ഇവിടെ വോട്ടുണ്ട്, ഇതൊക്കെ 1 വർഷം കഴിഞ്ഞാണോ കണ്ടെത്തുന്നത്? അപ്പോൾ നിങ്ങളുടെ പാർട്ടി സംവിധാനം എഫിഷ്യൻ്റ് ആയിരുന്നില്ല എന്നതിൻ്റെ തെളിവ് കൂടിയല്ലേ? നിലവിലുള്ള ചട്ടപ്രകാരം ഇനി എന്ത് നടപടിയെടുക്കാൻ കഴിയും? അല്ല, ഇവിടെ പരാതി കൊടുക്കേണ്ട സമയത്ത് ബഹുമാനപ്പെട്ട അവിടുത്തെ LDF-ന്റെ സ്ഥാനാർത്ഥിയും ചീഫ് ഇലക്ഷൻ ഏജന്റുമെല്ലാം റിട്ടേൺ ആയിട്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ന ബൂത്തിൽ ഇന്ന വോട്ടുകൾ എന്ന് സൂചിപ്പിച്ചിട്ട് തന്നെയാണ് പരാതി കൊടുത്തത്. ആ പരാതിയുടെ ഭാഗമായി തുടർ നടപടി എടുക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി തുടർ നടപടി സ്വീകരിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നതിൽ ഇലക്ഷൻ പെറ്റീഷൻ പറ്റില്ല. കാരണം 45 ദിവസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഇവിടെ CPI സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മറ്റു ഗ്രൗണ്ടുകളൊക്കെയാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ആ ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്ത സമയത്ത് ഇത്തരത്തിൽ കള്ളവോട്ടിന്റെ ഒരു കണക്ക് അദ്ദേഹത്തിന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും ഏത് സമയത്തും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിക്ക് ഇടപെടാം. കാരണം ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടാൽ അത് വോട്ടർ പട്ടികയിൽ വ്യാജമായി പേര് ചേർക്കുന്ന സാഹചര്യവും വിവിധ രൂപത്തിൽ ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടാൽ പിന്നെ ജനാധിപത്യം ഇല്ല. അതുപോലെ തന്നെ കള്ള വോട്ട് ചെയ്തതിന്റെ വിവരങ്ങൾ വന്നാൽ പോലീസിന് കിട്ടുന്ന പരാതിയും കേസ് രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിക്ക് റഫർ ചെയ്യാം. അപ്പൊ നിയമപരമായിട്ടുള്ള റെമഡികളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള പരാതി ഇലക്ഷൻ കമ്മീഷൻ തന്നെ അന്വേഷിക്കണം എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറയുമ്പോൾ ഇത്തരത്തിൽ എന്ത് നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ശരി, അതായത് ഈ 20 ലോകസഭാ മണ്ഡലങ്ങളിൽ 19 ലോകസഭാ മണ്ഡലങ്ങളിലും ശരാശരി പുതിയ വോട്ട് ചേർത്തത് 79,000 എന്നാൽ തൃശ്ശൂർ മാത്രമാണ് 1,45,000 വോട്ട് ചേർക്കപ്പെട്ടത്. അതിൽ ഒരു മണ്ഡലത്തിൽ മാത്രം എങ്ങനെയാണ് ഇത്ര പുതിയ വോട്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്. അപ്പം മറ്റു പല മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരെ കളക്ട് ചെയ്തിങ്ങു കൊണ്ടുവന്ന് ഒരേ സമയത്ത് 2ഉം 3ഉം വോട്ടുള്ളവരാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയാണ് BJPയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് എന്നതും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്. ഓക്കെ.
Debate with Dr. Arun Kumar.